എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കും. പക്ഷെ സഞ്ജിച്ചേട്ടന് ദേഷ്യം വന്നാ ഒരു ഒന്നൊന്നര ദേഷ്യമാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാലേ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സഞ്ജയൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഭയങ്കര വഴക്കാവും. ഇത് നമ്മളെ ഇഗ്നോർ ചെയ്യും, നമ്മളുടെ അടുത്ത് സംസാരിക്കത്തില്ല. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ദേഷ്യം കൂടും. ദേഷ്യം കൂടി കൂടി അതിന്റെ പരകോടിയിലെത്തി. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താണ്ടൊക്കെ പരകോടിയിലെത്തി. അതെ അതെ അതെ, നമ്മളോട് പിന്നെ മൈൻഡേ ചെയ്യത്തില്ല. സഞ്ജയൻ അങ്ങനെ അങ്ങ് കിടക്കും. അങ്ങനെ സഞ്ജയൻ ദേഷ്യം കാണിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ല കമന്നും കിടക്കും. ഷമ്മയുടെ കൂട്ട് ചെറിയൊരു ഷമ്മിയാണ്. ഷമ്മയല്ല, ദേഷ്യം വരുമ്പോ ഞാൻ എന്തുവാ ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാവില്ല വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കമന്നങ്ങ് മിണ്ടത്തില്ല. ഞാൻ പിന്നെ അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ചു സമയം മനസ്സൊക്കെ ഒന്ന് കൂളായി കഴിയുമ്പോ ആരാണ് എന്തെങ്കിലും സംഭവം ആദ്യം കരയുന്നത്? എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. വേറൊരു തരത്തിലുള്ള സൈക്കോ സഞ്ജയന്റെ ആ തരത്തിലുള്ള സൈക്കോ, ഞാൻ വേറൊരു തരത്തിലുള്ള സൈക്കോ. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. രണ്ട് തരത്തിലുള്ള സൈക്കോ ഒന്നിച്ചു പോകുന്നു. വീട്ടിലൊരു കൊച്ചു സൈക്കോ ഉണ്ട്. കൊച്ചു സൈക്കോ വളർന്നു വരുന്നുണ്ട്. അതിന്റെ ക്യാരക്ടർ മനസ്സിലായിട്ടില്ല നമുക്ക്. 2 വയസ്സായിട്ടുള്ളൂ. ചുമ്മാ കിടന്ന് കരയും. അങ്ങനെ കണ്ട. മോളുടെ ഫേവറേറ്റ് ആരാണ്? അത് ഞാൻ അച്ഛൻ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മേനെ എപ്പോഴും കണ്ടോണ്ടിരിക്കും. 5-6 മാസമായിട്ട് അച്ഛനെ കാണാൻ കിട്ടുന്നില്ല. ഞാൻ കൊച്ചുനാള് മുതലേ അവളെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത് നമുക്ക് ലോകത്ത് വെച്ച് ഏറ്റവും ഇഷ്ടം അച്ഛൻ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചേക്കുക. കൊച്ചു അതൊരു ശീലൊരു ലാംഗ്വേജ് പോലെ കൊച്ചങ്ങ് പഠിപ്പിച്ചേക്കും. ചോദിക്കുമ്പോൾ അച്ഛച്ച അത് മാത്രമേ പറയത്തുള്ളൂ. ഞാനിപ്പോ വിഷമമില്ലേ? വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അമ്മയും പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ സഞ്ജിച്ചേട്ടന്റെ കൂട്ടി സ്വാർത്ഥതയായി ഞാനിപ്പോ ഒരു 6 മാസം കൊണ്ട് വീട്ടിലില്ലാത്ത കൊണ്ട് അമ്മ ഏറ്റവും ഇഷ്ടം ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് പറഞ്ഞു. എന്നാലും ഞാൻ എത്രക്ക് ഭയങ്കര സ്നേഹം കാണിച്ചാലും അവർക്ക് അച്ഛൻ വരുമ്പോ അച്ഛനെ മതി. അതെ അതെ, എന്റെ സ്വഭാവം. നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് സംസാരിക്കണം. സഞ്ജയേട്ടൻ ലക്ഷ്മിയെ കുറിച്ച് സംസാരിക്കണം, ലക്ഷ്മി സഞ്ജയേട്ടനെ കുറിച്ച് സംസാരിക്കണം കേട്ടോ. സഞ്ജയേട്ടൻ ചെയ്ത ഏറ്റവും നോട്ടി ആയിട്ടുള്ള ഒരു കാര്യം പോയിരുന്നു. നോട്ടി ആയിട്ടുള്ളന്ന് വെച്ചാ നോട്ടി എന്ന് പറയുന്നില്ല, കോമിക്കൽ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ചിരി വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജയ് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ കാണിക്കുന്ന ഒരു സ്റ്റെപ്പ്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ എത്ര ദേഷ്യപ്പെട്ടിരുന്നാലും സഞ്ജയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ എനിക്ക് ചിരി വരും. സഞ്ജയേട്ടാ നമ്മുടെ സീരിയൽ അല്ലയോ